കേന്ദ്രമന്ത്രിസഭയിൽ ഒരു പുനഃസംഘടന വരികയാണ്. കേരളത്തിൽ നിന്ന് 2 കേന്ദ്രമന്ത്രിമാരാണ് ഇപ്പോഴുള്ളത്, സുരേഷ് ഗോപിയും ജോർജ് കുര്യനും. അപ്പോൾ ജോർജ് കുര്യൻ 2024 ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് രാജ്യസഭാംഗമായത്, പിന്നീട് സഹമന്ത്രിയായതും അങ്ങനെയാണ്. ഇപ്പോൾ ജോർജ് കുര്യൻ്റെ സഹമന്ത്രി സ്ഥാനം തെറിക്കും എന്നുള്ള വാർത്തകൾ എന്ന് വെച്ചാൽ രാജ്യസഭ സീറ്റ് പുതുതായി ജോർജ് കുര്യന് നൽകുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ജോർജ് കുര്യനെ BJP തഴയുന്നത് എന്നതുകൂടി സംസാരിക്കുകയാണ്. അജിംസ്, ജോർജ് കുര്യനെ കൊണ്ടുവരുമ്പോൾ പല ലക്ഷ്യങ്ങൾ BJPക്കുണ്ടായിരുന്നു. ആ ലക്ഷ്യങ്ങളൊന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തിയിട്ടില്ല. അത് കാരണം കൊണ്ടാണോ തഴയുന്നത്? അത് BJP ഒരു കാര്യം ചെയ്യുന്നതിന് പിന്നിൽ അവർക്ക് അവരുടേതായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന് എക്സ്പോസ്ഡ് ആവുന്ന ഒരു സന്ദർഭമാണ് ജോർജ് കുര്യന് രാജ്യസഭാംഗത്വം പുതുക്കി നൽകാത്തത്. അദ്ദേഹത്തിന് ഇനി സീറ്റില്ല. രാജ്യസഭാംഗം അല്ലാതാകുന്നതോടെ കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് അദ്ദേഹം പുറത്താവുന്നു. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് പുതുക്കി നൽകുന്നില്ല എന്നൊരു ക്വസ്റ്റ്യനുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര സംഭവമാണ് ഇപ്പോൾ അത്. കാരണം ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിൽ NDA സർക്കാരിൽ ഒറ്റ മുസ്ലിം മന്ത്രിയില്ല, ഒരു മുസ്ലിം മന്ത്രിയില്ല. കാരണം BJPക്ക് മുസ്ലിം MP മാരില്ല. പിന്നെ MP മാരുള്ളത് JDUവിനാണെന്ന് തോന്നുന്നു. പക്ഷേ ആരെയും മന്ത്രിയാക്കിയിട്ടില്ല. അപ്പോൾ അതിന് കൃത്യമായൊരു പൊളിറ്റിക്കൽ മെസ്സേജ് ഉണ്ട്. ഞങ്ങൾ ഉമ്മാരെ ആക്കുന്നില്ല എന്നൊരു പൊളിറ്റിക്കൽ മെസ്സേജാണത്. അതിനു മുമ്പ് നജ്മ ഹെപ്തുള്ളയും അതിൽ മുഖ്താർ അബ്ബാസ് നഖ്വിയൊക്കെ, MJ അക്ബർ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് മുസ്ലിം മന്ത്രിമാരുണ്ടായിരുന്നു മുൻ മോദി സർക്കാരിൽ. ഇതിൽ മുസ്ലിം മന്ത്രിമാരില്ല. പിന്നെയുള്ളത് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നിപ്പോൾ സിഖ് മന്ത്രിമാരുണ്ട്. ഹർദീപ് സിംഗ് പുരി സിഖാണ്, മറ്റൊരു സിഖ് മന്ത്രി കൂടിയുണ്ട്. ബുദ്ധിസ്റ്റായിട്ടുള്ള കിരൺ റിജിജു ഉണ്ട്, മറ്റൊരാൾ കൂടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരേ ഒരു ക്രിസ്ത്യൻ മന്ത്രിയായിരുന്നു ജോർജ് കുര്യൻ. അതായത് ഇന്ത്യയിലെ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നുള്ള ഒരേ ഒരു പ്രതിനിധി. അതിനി വേണ്ട എന്നാണ് തീരുമാനിക്കുന്നത്. അതിനി വേണ്ടാന്ന് തീരുമാനിച്ചാൽ ഇനി പുതുതായിട്ട് ആരെങ്കിലും ക്രിസ്ത്യൻ മിനിസ്റ്റർ എടുക്കുമെന്ന് വെച്ചാൽ ഇല്ല, വേറെ ആളില്ല. രാജ്യസഭയെന്നോ ലോക്സഭയെന്നോ ഈ പറയുന്ന BJPക്ക് ഒരാൾ വേണ്ടേ ആക്കാൻ വേണ്ടി? ആളില്ല. അപ്പോൾ മുമ്പ് മുസ്ലിം വിഭാഗങ്ങളിൽ നിന്ന് മന്ത്രി വേണ്ട എന്ന് തീരുമാനിച്ച പോലെ ഇനി മുതൽ ക്രിസ്ത്യാനികളിൽ നിന്നും വേണ്ട. അതായത് ഈസ്റ്റർ നയതന്ത്രവും ക്രിസ്ത്യൻ ഔട്ട്റീച്ചും ഒക്കെ അവസാനിക്കുന്നതിൻ്റെ ലക്ഷണമാണ് ആ കാണുന്നത്. കാരണം ഈ അവസാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അതിനുള്ള പ്രതീക്ഷകൾ അവർ അസ്തമിച്ചു എന്ന് തോന്നുന്ന ഒന്നാണ്. കാരണം രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ അതിനുള്ള ശ്രമം നടത്തിയിരുന്നു കുറേ കൂടി ഊർജ്ജസ്വലമായി. അദ്ദേഹം അധികാരത്തിലേറിയതിനു ശേഷം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് അനൂപ് ആൻ്റണിയുടെ നേതൃത്വത്തിൽ വലിയ ദൗത്യ സംഘത്തെ അയക്കുന്നു ഛത്തീസ്ഗഡിലേക്ക്. ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് കുറേ കൂടി വ്യാപകമാക്കാൻ നോക്കുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിനേക്കാൾ കൂടുതൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ BJPക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും മുന്നോട്ട് പോയതാണ്. പക്ഷേ അത് വലിയ തോതിൽ തിരിച്ചടിച്ചിട്ടുണ്ട് BJPക്ക്. അവർക്ക് അതുകൊണ്ട് കാര്യമായ ഗുണമുണ്ടായില്ല എന്ന് മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ BJPക്ക് കാര്യമായിട്ട് ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇനി എന്തിന് നമ്മൾ ഈ വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കണം എന്ന തോന്നലാകാം ജോർജ് കുര്യൻ്റെ പുറത്തേക്ക് പോകുന്നതിൻ്റെ ആധാരം എന്നാണ് എനിക്ക് തോന്നുന്നത്. പകരം സദാനന്ദൻ മാസ്റ്റർ ആവുക, അത് കൃത്യമായൊരു പൊളിറ്റിക്കൽ മെസ്സേജിങ് ആണ്. കാരണം നമുക്കറിയാം ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾ നേരിട്ട പീഡനത്തിനെതിരെ അവരെ പുറത്തിറക്കാൻ വേണ്ടി BJP ദൗത്യ സംഘത്തെ അയക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ കേരളത്തിലെ മറ്റ് സംഘപരിവാർ നേതാക്കൾ അതിനെതിരെ പരസ്യമായ രംഗത്ത് വന്ന് നമുക്ക് ഓർമ്മയുണ്ട്. അതിൽ TP സെൻകുമാറുണ്ട്, RV ബാബു ഉണ്ട്, ശശികല ടീച്ചറുണ്ട്. എത്രയോ പേർ പരസ്യമായി പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ ഇവരെ പുറകെ നടക്കുന്നത്, ഇവർ മറ്റേ റൈസ് ബാഗ്സ് ആണ്, മിഷണറികളാണ്, മതം മാറ്റാൻ നടക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി BJPക്ക് രംഗത്ത് വന്നിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും സംഘപരിവാറിൽ തന്നെ 2 അഭിപ്രായമുള്ള വിഷയമാണ് ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച്. അപ്പോൾ ഇനി അത് വേണ്ട എന്ന് വയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ജോർജ് കുര്യൻ പുറത്തേക്ക് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഈ ജോർജ് കുര്യനെ തഴയുന്നതിലെ മെസ്സേജ് എന്താണ്? ജോർജ് കുര്യനെ തഴയുന്നതിൽ 2 നിലക്കാണ്. ഇപ്പോൾ അജിംസ് പറഞ്ഞാണ് അതിലൊരു ഘടകം. അത് ഇവരുടെ ഇപ്പോൾ ജോർജ് കുര്യനെ മന്ത്രിയാക്കുന്നതാണ് ഇന്ത്യയിലെ എന്തെങ്കിലും ഇന്ത്യൻ വികസനത്തിന് വേണ്ടി സവിശേഷമായ എന്തോ സംഭാവന ചെയ്യാൻ ജോർജ് കുര്യന് സാധിക്കുമെന്ന നിഗമനത്തിലല്ലല്ലോ. ജോർജ് കുര്യൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? ക്രിസ്ത്യാനികളാണ്. കേരളത്തിലെ ക്രിസ്ത്യാനികളെയാണ്. അപ്പോൾ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കിടയിൽ ഔട്ട്റീച്ച്, അവർക്കിടയിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുക, അത് കേരളത്തിലെ പാർട്ടിയുടെ വിജയത്തിന് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കാണുക ഈ MOS ഉണ്ടല്ലോ, സഹമന്ത്രിമാരെ നിയമിക്കുന്നത് ആ മന്ത്രാലയത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷനുമായി ചേർത്ത് വെച്ചിട്ടല്ല. സഹമന്ത്രിമാർ വെക്കുന്നത് ഈ പറയുന്ന പൊളിറ്റിക്കലി അവരുടെ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ്. അതിന് ജിയോഗ്രഫിക്കലായിട്ടുള്ള പലതരത്തിലുള്ള റെപ്രസെൻറ്റേഷൻ അതിനകത്തുണ്ടാവും. മതപരമായിട്ടുള്ള, ജാതിപരമായിട്ടുള്ള അത്തരം റെപ്രസെൻറ്റേഷൻ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സഹമന്ത്രി സ്ഥാനം സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ജോർജ് കുര്യൻ എങ്ങനെ ചെയ്യുന്ന എന്തിനാണ്? കേരളത്തിൽ നിന്നുള്ള ഒരു ക്രിസ്ത്യൻ നേതാവാണ്. അദ്ദേഹത്തെ മന്ത്രിയാക്കുന്നതോടുകൂടി കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായത്തിനിടയിലുള്ള BJPയുടെ ഇൻഫ്ലുവൻസ്, സ്വാധീനം വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് അതിനുണ്ടാകുക.
അപ്പോൾ ഇപ്പം അദ്ദേഹത്തിന് എക്സ്റ്റൻഷൻ കിട്ടാൻ സാധ്യതയില്ല. കാരണം അദ്ദേഹത്തിന് ഈ 21-ാം തീയതിയോ മറ്റോ ഈ MP കാലാവധി കഴിയാണ്. പുതിയ ഇതിനകത്തൊന്നും അദ്ദേഹത്തിൻ്റെ പേര് കാണുന്നില്ല, സ്ഥാനാർത്ഥി ലിസ്റ്റിൽ പേര് കാണുന്നില്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഇറങ്ങേണ്ടി വരും. അപ്പോൾ അതിൽ എന്താണ് ഇപ്പോൾ അജിൻസ് പറഞ്ഞത്, അതിൻ്റെ ഒരു സാധ്യത ഇതാണ്. കാരണം കേരളത്തിലെ BJPക്കകത്ത് ഈ ഡിബേറ്റ് വളരെ ശക്തമായിട്ടുണ്ട്. അകത്തുനിന്ന് അതിന് ശരിക്കും പറയാൻ പറ്റില്ല, അത് പുറത്തേക്ക് വരുന്നുണ്ട് ആ ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ. ഈ ചുമ്മാ ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് പറഞ്ഞാൽ വെറുതെ നടക്കണം, ഒരു കാര്യമില്ല, അവന്മാരെ നമുക്ക് വോട്ട് ചെയ്യില്ല. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തന്നെ പലവട്ടം, നമ്മളെ പഴയ VC ഉണ്ടല്ലോ രാധാകൃഷ്ണൻ, അങ്ങനെ പലവട്ടം പരസ്യമായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. ചുമ്മാ സമയം കളയാണ്, പൈസ കളയാണ്, കേക്ക് വെറുതെ കേക്കിൻ്റെ പൈസ പോവുകയാണ്, ഒരു കാര്യമില്ല. നമ്മൾ ഹിന്ദു ഔട്ട്റീച്ച് മര്യാദയ്ക്ക് നടത്തും, ഇതാണ് ഇവർ പറയുന്നത്. ഈ സെൻകുമാർ അതാണ് പറയുന്നത്, ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കന്മാർ അതാണ് പറയുന്നത്. അപ്പോൾ ഹിന്ദു ഔട്ട്റീച്ച് അത് നടത്തുക. ഇവന്മാരുടെ ഈ എന്താണ് മതവിൽപ്പനക്കാരുടെ പിറകെ പോയിട്ട് നമ്മുടെ ഐഡൻറ്റിറ്റിയും കളയുന്നു, പൊളിറ്റിക്സും കളയുന്നു, അതുകൊണ്ടാണ് ഒരു കാര്യവും കിട്ടുന്നില്ല എന്ന് അവർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം വ്യാപകമായിട്ട് ആ വിമർശനം സംഘകുലത്തിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു, പരസ്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. BJPയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ കാൻഡിഡേറ്റ്സിനെ നിർത്തിയ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഒരു കാര്യം ഉണ്ടായില്ല, ഇതിനകത്തും ഒരു കാര്യം ഉണ്ടായില്ല. ഇതാണ് അവരുടെ വാദം. അതുകൊണ്ട് ആ പരിപാടിയെ വേണ്ട എന്നുള്ളതാണ് ആ പക്ഷത്തിൻ്റെ അഭിപ്രായം. അപ്പോൾ ജോർജ് കുര്യന് എക്സ്റ്റൻഷൻ കൊടുക്കാത്തത് ആ പക്ഷത്തിൻ്റെ അഭിപ്രായത്തിന് മേൽക്കൈ ലഭിക്കുകയോ അല്ല അത് സെൻട്രൽ ലീഡർഷിപ്പ് എൻഡോസ് ചെയ്യുകയോ ചെയ്തതാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം. അതൊരു അനുമാനം മാത്രമാണ്. ഒരു പക്ഷേ അങ്ങനെയല്ല, ഒന്ന് മാറ്റിപ്പിടിക്കാമെന്ന് വിചാരിക്കുന്നതും ആകാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോർജ് കുര്യൻ എന്ന് പറഞ്ഞാൽ ഒരു ഓൾഡ് ഗാർഡാണ്, ഒരു പഴയ ക്ഷീണിച്ച ഒരു കുതിരയാണ്. പുതിയ പ്ലേയേഴ്സ് വന്നിട്ടുണ്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ BJPയോട് ചേർന്ന് നിന്നിട്ടുള്ള. നമ്മുടെ ഇദ്ദേഹത്തിന് PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് ഉണ്ട്, പാലായിൽ മത്സരിച്ചു. അതിനേക്കാൾ അപ്പുറമാണ് ജനറൽ സെക്രട്ടറി ആയി നിശ്ചയിക്കപ്പോൾ അനൂപ് ആൻ്റണി തിരുവല്ലയിൽ മത്സരിച്ചു, ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ അനൂപ് ആൻ്റണി ഒരു പ്രോമിസിങ് ക്രിസ്ത്യൻ BJP ലീഡറായിട്ട് അവർ കാണുന്നുണ്ട്. അപ്പോൾ അനൂപ് ആൻ്റണിയെ ഒരു പക്ഷേ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കും, അങ്ങനെയാകാം. അതുകൊണ്ട് നമുക്ക് മനസ്സിലാവേണ്ട കാര്യം, ഈ ഡിബേറ്റിൽ ആരാണ് വിജയിക്കുന്നത്, ക്രിസ്ത്യൻ ഔട്ട്റീച്ച് വേണം വേണ്ട എന്ന് പറയുന്ന ഒരു ഡിബേറ്റ് ഇതിനകത്ത് നടക്കുന്നുണ്ട്. കേരളത്തിലെ BJPക്കകത്ത് മാത്രമല്ല മൊത്തം സംഘപ്രസ്ഥാനങ്ങൾക്കിടയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഡിബേറ്റിൽ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് വേണ്ട എന്ന് പറയുന്ന ആളുകൾ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ജോർജ് കുര്യൻ പോകുന്നത്. അതല്ല, അത് കുറച്ചും കൂടെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് വേണമെന്നുള്ള അഭിപ്രായക്കാരനാണ്. ഷോൺ ജോർജിനെയും അനൂപ് ആൻ്റണിയെയും അവരേറ്റവും കൂടുതൽ പാട്രണൈസ് ചെയ്യുന്നതും ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡൻ്റാണ്. അപ്പോൾ അവർക്കൊരു അവസരം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയൊരുക്കലാണോ എന്നും നമുക്കറിയില്ല. എനിവേ ആ ഡിബേറ്റ് അവിടെ ഉണ്ട്. ഇതുവരെയുള്ളൊരവസ്ഥ വെച്ചിട്ട് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് പറയുന്ന കാര്യത്തിൽ BJP പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. അതൊരു വെറുതെ രാഷ്ട്രീയമായ ലാഭത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നൊരു പണിയാണെന്നും ഇവന്മാരുടെ ന്യൂനപക്ഷ സ്നേഹം അല്ലെ ക്രിസ്ത്യൻ സ്നേഹം എന്ന് പറയുന്നത് കപടമാണെന്നും ക്രിസ്ത്യൻ സമുദായത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പാണ്, അതിൻ്റെ മുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ഇപ്പോൾ നടന്നുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പാണെങ്കിലും അതിൻ്റെ ഫലങ്ങൾ കാണിക്കുന്നത്. യെസ്.